അത് തിയേറ്ററിൽ വന്നപ്പോഴും ആ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. നമ്മൾ എല്ലാവരും ചേർന്ന് ആ ക്യാരക്ടറിന്റെ അടുത്തൊരു മീറ്റർ ചിലപ്പോ തെറ്റിപ്പോയതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. മാത്യു തോമസ് ദേഷ്യക്കാരനെ അഭിനയിച്ച് വെറുപ്പിച്ച ഒരു അപരാധ പടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു പോലീസുകാരൻ കള്ളനെ പിടിക്കാൻ വേണ്ടി ഓടുകയാണ്. പക്ഷേ സ്റ്റെപ്പിൽ തെന്നി തെന്നി അങ്ങേരുടെ കഷ്ടകാലത്തിനൊന്ന് താഴെ വീഴും. പോലീസുകാരൻ താഴെ വീഴുന്നത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മുടെ അപരാധി ദേഷ്യക്കാരൻ അതങ്ങ് വൈറലാക്കും. അതോടെ പോലീസ് ഫോഴ്സിൽ നല്ല പേരുണ്ടായിരുന്ന ഇങ്ങേര് നാട്ടുകാരുടെ മുന്നിലും പോലീസുകാരുടെ മുന്നിലും ആകെ നാണം കെട്ടൊരു വഴിക്കാകും. അപ്പോൾ നമ്മുടെ ദേഷ്യക്കാരന് അവന്റെ സ്വന്തം ചേട്ടനെ കണ്ടുകൂടാ. അതിന്റെ കാരണം എന്തെന്നാൽ പഠിച്ച് കഷ്ടപ്പെട്ട് നല്ല ജോലിയൊക്കെ വാങ്ങി ചേട്ടനെ വെച്ച് വീടിനും നാടിനും കൊള്ളാത്ത ദേഷ്യക്കാരനെ എല്ലാവരും താരതമ്യം ചെയ്യുമത്രേ. അങ്ങനെ ഒരു ദിവസം ചേട്ടൻ ഷിൻഡോ ദേഷ്യക്കാരന് കൂർഗിൽ പാർട്ടിക്ക് പോകാൻ ഒരു 20,000 രൂപ അങ്ങ് കൊടുക്കും. അതോടെ നമ്മുടെ ദേഷ്യക്കാരന് മൂടാകും. അങ്ങനെ കൂർഗിൽ ചില്ല് ചെയ്ത് നടക്കുമ്പോൾ പാർട്ടിക്കിടയിൽ ഒരു ഇടി നടക്കും. ദേഷ്യക്കാരന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. അവനാണെങ്കിൽ മൊബൈലിൽ അതൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യും. തന്തേക്കാൾ മോശം. അപ്പോഴാണ് അവന്റെ ചേട്ടൻ ഷിൻഡോയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഷിൻഡോയുടെ കൂട്ടുകാരന്റെ ഫോൺ വരുന്നത്. അങ്ങനെ ദേഷ്യക്കാരൻ ആകെ ടെൻഷനായി കൊച്ചിയിലേക്ക് പോകും. കാരണം ചേട്ടൻ പോയാൽ അവൻ ആര് ഇത്രയും പൈസ കൊടുക്കും? ഏതോ പെണ്ണ് തേച്ചിട്ട് പോയതിന്റെ വിഷമത്തിൽ ഷിൻഡോ നാട് വിട്ടു പോയതെന്നാണ് ഷിൻഡോയുടെ കൂട്ടുകാരൻ ഷബീർ പറയുന്നത്. അത് കേട്ടതും ഷിൻഡോയെ തേച്ച പെണ്ണിന്റെ അടുക്കിലേക്ക് ദേഷ്യക്കാരൻ പോകും, കൂടെ ഷബീറും. അവളാണെങ്കിൽ ഒരു ഡെന്റിസ്റ്റ് ആണ്. പുള്ളിക്കാരി മറ്റാരുമല്ല, നമ്മുടെ മഹിമേച്ചിയാണ്. ഷിൻഡോയുടെ കാര്യം ചോദിക്കാൻ പോയ ദേഷ്യക്കാരൻ ചേട്ടന്റെ കാമയ്ക്ക് മഹിമേച്ചിയുടെ അടുത്ത് പോയി പല്ല് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ പല്ല് ടെസ്റ്റ് കഴിഞ്ഞ് പുറത്തു വന്ന അവനോട് ഷബീർ പറയും, എടാ മൊണ്ണേ, നീ പോയി അവളോട് ഷിൻഡോയുടെ കാര്യം പോയി ചോദിക്കടാ എന്ന്. റിലേ വന്ന ദേഷ്യക്കാരൻ നേരെ അവളുടെ അടുത്ത് പോയി കലിപ്പുണ്ടാക്കും. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇയാൾക്ക് എന്താണ് വയ്യ? ഞാൻ കുറച്ച് ഓവർ ആയിട്ടില്ലേ? അങ്ങനെ ഷിൻഡോയെ കണ്ടുപിടിക്കാൻ വേറെ വഴിയൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ ദേഷ്യക്കാരൻ പോലീസിന്റെ അടുക്കൽ പോയി പരാതി കൊടുക്കാൻ ചെല്ലും. ആ പോലീസുകാരനാണെങ്കിൽ നമ്മുടെ ദേഷ്യക്കാരൻ മുൻപ് വീഡിയോ എടുത്ത് വൈറലാക്കി എയറിൽ കയറ്റിയ ഒരു പോലീസുകാരനാണ്. അങ്ങനെ നമ്മുടെ ദേഷ്യക്കാരനെ നല്ല പോലെ ഒന്ന് വിരട്ടി വിടും. അപ്പോഴാണ് ഷബീറിന് പോലും മനസ്സിലാകുന്നത് പോലീസിന്റെ ട്രോൾ വീഡിയോ എടുത്തത് ദേഷ്യക്കാരനാണെന്ന്. അതറിഞ്ഞ ഷബീറിന്റെ ചിരി കണ്ടതും ദേഷ്യക്കാരന് പിന്നെയും ദേഷ്യം വരും. പിന്നീട് ദേഷ്യക്കാരൻ ചേട്ടനെ കണ്ടുപിടിക്കാൻ ഒരു ഹാക്കറെ ഇറക്കും. അവനാണെങ്കിൽ ചേട്ടന്റെ ഫോണിന്റെ ലൊക്കേഷൻ കണ്ടെത്തി അങ്ങോട്ടേക്ക് ചെല്ലും. അതാണെങ്കിൽ ഷബീറിന്റെ വീടും. അതോടെ ദേഷ്യക്കാരന് വീണ്ടും ഭ്രാന്തളകും. ഇതെന്താ ഇങ്ങനെയാവണത്? അപ്പോഴേക്കും ഷിൻഡോയുടെ മുൻകാമുകയും അവിടെ എത്തും. പിന്നെ ഒന്നും പറയണ്ട, ഈ മരംകൊത്തി മോറിന്റെ പ്രാന്ത് ഇരട്ടിയാകും. നീ എന്താടാ രാവിലെ പറഞ്ഞേ? നീയും ഇവളും സെറ്റ് ആവില്ലെന്ന്. ഇവള് നിന്നെ കണ്ടോ ഇവള് വയലന്റ് ആവുന്നല്ലേ? പിന്നെ എന്തിനാണോ ഈ സമയത്ത് നിന്നെ കാണാൻ ഇവള് നിന്റെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കണേ? അവന്റെ ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. അങ്ങനെ ഒടുവിൽ അവരെല്ലാവരും കൂടി ഈ മതയാനയെ ഒന്ന് തണുപ്പിക്കും. ശേഷം ഹാക്കർ കൂട്ടൻ ഷിൻഡോയുടെ ഫോൺ അൺലോക്ക് ചെയ്ത് ലാസ്റ്റ് വിളിച്ച നമ്പറിന്റെ ലൊക്കേഷൻ കണ്ടെത്തി അങ്ങോട്ടേക്ക് ചെല്ലും. അവിടെ ചെന്ന് മാസിട്ട് നിൽക്കുന്ന കൊറിയർ ബാബുവിനെ കണ്ടതും അവന് പിന്നെ ഹാലിളകും. കക്കൂസിൽ മുക്കാൻ പോണ എക്സ്പ്രഷൻ വിട്ട് ബാബുവിനെ ഇടിക്കാൻ ചെന്നതും നെഞ്ചും കൂടി നോക്കി അങ്ങനെ ഒരെണ്ണം കൊടുക്കും. അതോടെ തൽക്കാലത്തേക്ക് അവന്റെ കടി ഒന്നടക്കും. അങ്ങനെ വേറെ വഴിയൊന്നുമില്ലാതെ ദേഷ്യക്കാരൻ പോലീസുകാരന്റെ അടുക്കിലേക്ക് മാപ്പ് പറയാൻ പോകും. അപ്പോഴാണ് നമ്മുടെ ഹാക്കർ വ്യാളി ഷിൻഡോയുടെ സ്മാർട്ട് വാച്ച് ലൊക്കേഷൻ കിട്ടിയെന്നും പറഞ്ഞ് നമ്മുടെ ദേഷ്യക്കാരനെ വിളിക്കുന്നത്. ആ മണ്ടൻ അറിയില്ലല്ലോ ചേട്ടന്റെ വാച്ച് ഇപ്പോൾ നമ്മുടെ ദേഷ്യക്കാരന്റെ കയ്യിലാണെന്ന്. ഹാക്കറോളി ആണെങ്കിൽ വാച്ചിന്റെ ലൊക്കേഷൻ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ദേഷ്യക്കാരനോട് കുറെ കൊണയടിക്കും. നിന്റെ ഷിൻഡോയ ഡോൺലി ബാബു കൊറിയർ ചെയ്ത ലൊക്കേഷൻ കിട്ടി. എടാ തരാ, അതിനു മുമ്പ് നീ അത് കേട്ടതും ദേഷ്യക്കാരന്റെ പിന്നെയും വട്ടളകും. സുഭാഷ് നഗർ 3rd ബ്ലോക്ക്. മോനെ അടങ്ങ്. ശേഷം ദേഷ്യക്കാരൻ നമ്മുടെ പോലീസുകാരന്റെ വീട്ടിലെത്തും. അങ്ങേരാണെങ്കിൽ ദേഷ്യക്കാരനെ കൊണ്ട് പട്ടിയെ പോലെ അഭിനയിപ്പിക്കും. എന്നിട്ട് അവന്റെ അഭിനയം കണ്ട് അങ്ങേരങ്ങ് നിർവൃതി അടയും. പിന്നെ അല്ലാതെ അമ്മാതിരി പണിയല്ലേ ഈ കള്ളബടുവ് അങ്ങേർക്ക് കൊടുത്തത്.
അങ്ങനെ അവസാനം പോലീസുകാരനും അവന്റെ ചേട്ടൻ ഷിൻഡോയെ തപ്പി ഇറങ്ങും. എല്ലാവരും കൂടി തപ്പി ഷിൻഡോ പോയത് കൂർഗിലേക്കാണെന്ന് മനസ്സിലാക്കും. കേസ് കർണാടക പോലീസിന് ട്രാൻസ്ഫർ ചെയ്താൽ വലിയ ഗുണമില്ലെന്ന് മനസ്സിലാക്കിയ പോലീസുകാരൻ പറയും, ഇടാ മോനെ ദേശക്കാരാ, നീ ആ കൊറിയർ ബാബുവും നിന്റെ കൂട്ടുകാരുമായി കൂർഗിൽ പോയി അവനെ കണ്ടുപിടിക്കുന്നത്. എന്നാ പിന്നെ ഇയാളുടെ അടുക്കൽ പോയി പട്ടിയെ പോലെ അഭിനയിച്ച് നാറേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്ന ദേശക്കാരാ. അങ്ങനെ എല്ലാവരും കൂടി നേരെ കൂർഗിലേക്ക് വിടും. അങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കി ഷിൻഡോ ലേറ്റസ്റ്റ് ആയി ബ്രേക്കപ്പ് ആയ പെണ്ണിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഹാക്കർ റോളിൽ കണ്ടെത്തും. മാത്രമല്ല അവളുടെ കല്യാണം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഷിൻഡോ മണത്ത് ആ പരിസരത്ത് കാണുമെന്ന് കരുതി അവരെല്ലാവരും ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ പെണ്ണിനോട് മഹിമിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾ പറയും, എന്റെ പുറകെ ഒരുമിച്ച് കിടന്ന നിങ്ങളുടെ ഷിൻഡോയെ എന്റെ ചേട്ടന്മാരെ പിടിച്ച് എവിടെയോ പൂട്ടിയിട്ടിട്ടുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പെണ്ണിന്റെ ചേട്ടനെ കണ്ടതും ഞാൻ ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യക്കാരെ ഫോൺ എടുത്ത് നോക്കും. അപ്പോൾ അതാ ആ പെണ്ണിന്റെ ചേട്ടൻ കുറെ പേരെ പഞ്ഞിക്കിടുന്ന വീഡിയോ ആണ് മുൻപ് കൂർഗിൽ പോയപ്പോൾ ഈ ദേഷ്യക്കാരെ ഷൂട്ട് ചെയ്തത്. നിക്ക് ഗൈസ്, ആ വീഡിയോ സൂം ചെയ്തേ. കൊള്ളാം, അവന്മാര് തല്ലുന്നത് ദേഷ്യക്കാരന്റെ ചേട്ടൻ ഷിൻഡോയെയാണ്. അതുപോലും മനസ്സിലാക്കാതെ വീഡിയോ എടുത്ത് വൈറലാക്കാൻ നോക്കിയ മൊണ്ണ. സ്വന്തം ചേട്ടനെ തലണ വീഡിയോ ഷൂട്ട് ചെയ്ത് കയ്യിൽ വെച്ചിട്ട് പുള്ളിനെ തപ്പി ലോകം മുഴുവൻ തെണ്ടി നടക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഇത് കേട്ട് ദേഷ്യക്കാരൻ ആകെ സെഡാകും. അങ്ങനെ ഷബീർ പോയി അവനെ അങ്ങ് ആശ്വസിപ്പിക്കും. ദേഷ്യക്കാരനെ സ്ഥിരം ആശ്വസിപ്പിക്കാൻ നിർത്തിയിരിക്കുന്നതാണ് ഷബീറിനെ. കല്യാണ പെണ്ണിന്റെ ചേട്ടനാണെങ്കിൽ നമ്മുടെ മഹിമേച്ചിനെ കണ്ടപ്പോ തൊട്ട് ഒരു ഇളക്കമുണ്ട്. അങ്ങനെ ഹാക്കറോളി പറയും അവന്റെ ഫോൺ ഒപ്പിക്കുവാണെങ്കിൽ ഷിൻഡോയുടെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാമെന്ന്. അങ്ങനെ എല്ലാവരും കൂടി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വൈകുന്നേരം കല്യാണ ഫംഗ്ഷന് പോവുകയാണ്. അതിനിടയ്ക്ക് കഞ്ചാവ് ബ്രൗണി എടുത്തടിച്ച് ഷബീറിന് വട്ടളകി എന്തൊക്കെയോ അപരാധം കാണിച്ചു കൂട്ടും. നിനക്ക് ട്രൂ ലവ് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല. എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ റിയാക്ട് ചെയ്തു പോകും. നിനക്കറിയോ വർഷം പറയും എന്ത് ബ്രാൻഡ് കോട്ടാന്റെ ബ്രാൻഡ് പോടാ. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. എന്താ നീ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ? ശേഷം ഫോൺ ഒപ്പിച്ച് ഷിൻഡോയുടെ ലൊക്കേഷൻ ഹാക്കറോളി കണ്ടുപിടിക്കും. അങ്ങനെ എല്ലാവരും കൂടി ക്ലൈമാക്സ് ലൊക്കേഷനിലേക്ക് പോകും. അവിടെ വെച്ച് നമ്മുടെ വില്ലനും ടീംസുമായി വൻ ഇടി നടക്കും. അവസാനം നമ്മുടെ ദേഷ്യക്കാരനും ടീംസും ഫൈറ്റിൽ ജയിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി തിരികെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഈ അപരാധ പണം തീർന്നു. Come on! Yes! Come on! Yes!